അല്ലെങ്കിൽ ഈ പറഞ്ഞ ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങൾ ആരെങ്കിലും ഉണ്ടോ? പോയി ഡിസ്കസ് ചെയ്തിട്ട് ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾ ഇത്ര കൂടെ പൈസ അടച്ചോ, ഞങ്ങൾ അർജന്റീന അതിനൊന്നും ആരും ഇനിഷ്യേറ്റീവ് ഒന്നുമില്ലല്ലോ. ആ ഇനിഷ്യേറ്റീവ് ഒന്നും ആയില്ല. അതിന് ഇനിഷ്യേറ്റീവിൻ്റെ ആവശ്യം നമ്മുടെ ജില്ല താനും. അതിൻ്റെ ആവശ്യമുണ്ടെന്നും പറയുന്നില്ല. പക്ഷേ എന്താണ്, പൈസ കൊടുത്ത ആൾക്കാർക്കും അത് കിട്ടിയ ആൾക്കാർക്കും അത് വാങ്ങിയ ആൾക്കാർക്കും എല്ലാം ധാരണയുണ്ട്. അർജന്റീന ടീം വരുന്നുണ്ടെങ്കിൽ ഈ 2025 ഒക്ടോബർ നവംബറിൽ വരും. അത് കഴിഞ്ഞ് വരണമെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതൊരു കരാർ ലംഘനമാണ്. റിപ്പോർട്ട് ടിവിയെ സംബന്ധിച്ചിടത്തോളം മെസ്സി വരാനും അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം കഷ്ടപ്പാട് നമ്മൾ നടത്തും, മാക്സിമം എഫേർട്ട് നമ്മൾ എടുത്തും, നല്ല രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇനി അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. പൈസ മേടിച്ചിട്ട് നമ്മൾ കബളിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതുമായി മുന്നോട്ട് പോകും. ഒരു ഇന്റർനാഷണൽ മാച്ച് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ എത്രയോ മാസങ്ങൾ പ്രിപ്പറേഷൻ വേണം. അതുപോലെ തന്നെ മന്ത്രി ആരും ഇപ്പൊ പറയുന്നത് കേട്ടു, ഫിഫയുടെ അംഗീകാരം കിട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ മാച്ച് ഇപ്പൊ നടക്കുന്നില്ല എന്ന്. ഫിഫയുടെ അംഗീകാരം കിട്ടാതെ ആരെങ്കിലും മാച്ച് അനൗൺസ് ചെയ്യുമോ ലോകത്ത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് വാട്ട്? To get FIFA's approval for so and so date for a match between A versus B. അത് ഫൈനലൈസ് ചെയ്ത് അതിന്റെ കാര്യങ്ങളെല്ലാം ഫിഫയെ ധരിപ്പിച്ച് സാമ്പത്തികമായിട്ടുള്ള അതിനുള്ള സ്പോൺസർ ഉണ്ട്, ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, എവറിത്തിങ് ഈസ് ഇൻ പ്ലേസ്. സോ പ്ലീസ് ഗീവ് us this date എന്നും പറഞ്ഞാണ് ഫിഫയിൽ അപ്രോച്ച് ചെയ്യേണ്ടത്. അതും മിനിമം 3 മാസത്തിന് മുമ്പ് ആ ഡേറ്റിന്റെ അപ്രൂവൽ എടുത്തിരിക്കണം. കൊച്ചിയില് എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള ഫുട്ബോൾ ഫെഡറേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 തവണ ആവർത്തിച്ച് വാർത്താസമ്മേളനം നടത്തി. ഞങ്ങൾക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ല. സംസ്ഥാന അസോസിയേഷനോട് ചോദിക്കുന്നു, ഫെഡറേഷനോട് ചോദിക്കുന്നു, ഒരു വിവരവുമില്ല. ഇതാരാണ് തീരുമാനിക്കുന്നത്? എന്താണ് ഈ സ്പോൺസറുടെ റോൾ? എന്താണ് ആൻഡോ അഗസ്റ്റിന്റെ റോൾ? എങ്ങനെയാണ് ആൻഡോ അഗസ്റ്റിന് ഈ കളത്തിലേക്ക് വരുന്നത്? ഈ കളത്തിലെ കളി എന്താണ്? ഇതാണ് സ്പോൺസർഷിപ്പിലൂടെ കൂടുതൽ പണം സമാഹരിക്കാം എന്നുള്ളതാണോ? ആൻഡോ അഗസ്റ്റിന് എങ്ങനെയാണ് വരുന്നത്? എന്തുകൊണ്ടാണ് വി അബ്ദുറഹ്മാൻ കായിക മന്ത്രി കുറെ ദിവസം പ്രതികരിക്കാതെ മാറിയുന്നത്? വലിയ ചോദ്യമാണ്. പലരും ചോദിക്കാൻ മടിക്കുന്ന ചോദ്യമാണ്. അങ്ങോട്ട് ഞാൻ ചോദിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? ഈ മാർച്ചിൽ വരും, അത് വേണ്ടി വന്നാൽ ഞാൻ തീരുമാനിക്കും എന്ന് ആൻഡോ പറയുന്നത് എങ്ങനെയാണ്? ആൻഡോയ്ക്ക് എന്താണ് റോൾ? മാർച്ചിൽ ഇത് നടക്കാൻ പോകുന്നില്ല. കാരണം മാർച്ചിലെ ഇന്റർനാഷണൽ വിൻഡോ എന്ന് പറയുന്നത് മാർച്ച് 23 മുതൽ 33 വരെയാണ്. അത് കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ വേൾഡ് കപ്പ് തുടങ്ങുകയാണ്. നിലവിലുള്ള ചാമ്പ്യന്മാരായ അർജന്റീന വേൾഡ് കപ്പ് മത്സരത്തിന് 2 മാസം മുമ്പ് ഒരു പ്രോപ്പർ ഗ്രൗണ്ട് പോലും ഇല്ലാത്ത കേരളത്തിൽ വന്നിട്ട് കളിക്കുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ കളിയിൽ നിന്ന് അവർക്ക് എന്താണ് ബെനിഫിറ്റ് കിട്ടുന്നത്? എത്രയോ റിസ്ക് ആയിരിക്കും, ഏതൊക്കെ പ്ലേയേഴ്സ് ഇഞ്ചുർ ആകും. മാർച്ചിൽ ഇത് നടക്കാൻ പോകുന്നില്ല. അവരിപ്പോ അദ്ദേഹത്തിന് അറിയാം മാർച്ചിൽ അർജന്റീന ഇവിടെ വരത്തില്ല, കളിക്കത്തില്ല എന്നുള്ളത്. അപ്പൊ കളിക്കണ്ടെന്ന് പുള്ളി അങ്ങ് തീരുമാനിക്കും. അപ്പൊ റോൾ എന്താണ്? അത് വളരെ പ്രധാനമാണ്. കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണം നടത്തി. ഇടക്കാലത്ത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ടായില്ല.